ലംഘയതേ ഗിരിം യത്രിപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ നമോമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിനെ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ആസുര സ്വഭാവികളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആസുര സ്വഭാവികൾ അജ്ഞാനം കൊണ്ടും വ്യാമോഹത്താലും അവരെ വലയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്ന് അവർക്കും തന്നെ ബോധമില്ല. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം. ഇതമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തേദം അപി മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹത ശത്രുർഹനിഷ്യേ ചാപരാനപി ഈശ്വരോ അഹമഹം ഭോഗി സിദ്ധോ അഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി കോ അന്യോ അസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിതാഹ. അപ്പൊ അസുര സ്വഭാവികള് പലതരത്തിലുള്ള ദുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള ചിന്തകളാൽ അവരെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവര് വിചാരിച്ചാൽ ഒരിക്കലും ആ വലയിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതെല്ലാം അവരുടെ കഴിവുകൊണ്ടെല്ലാം നേടിയെടുത്തതാണ് എല്ലാം എന്നാണ് അവര് ചിന്തിക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ മുജ്ജന്മ കർമ്മ ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മം ശരീരം കിട്ടുന്നതും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതും എന്ന് അവര് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവർക്ക് ഭഗവാനിലെ വിശ്വാസമില്ല. അവർക്ക് ഭഗവാനിലും വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ അവരെ സമ്പത്ത് സ്വരുക്കൂട്ടാനാണ് അവര് സമയം ചെലവഴിക്കുന്നത്. ഇതൊക്കെ സ്വന്തം പ്രയത്നം കൊണ്ടും സ്വന്തം കഴിവ് കൊണ്ടുമാണ് നേടിയെടുത്തത് എന്നാണ് അവര് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇതെല്ലാം എനിക്ക് ഭോഗിക്കാൻ, എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അഹം ഭോഗി, ഞാൻ സുഖിമാനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ബലവാനാണ്, ഞാൻ ഈശ്വരനാണ്. ഇതൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെ അവര് വ്യാമോഹത്തില് പെടുന്നത്. അവർക്ക് തുല്യമായിട്ട് ആരുമില്ല എന്ന് അവര് കണക്കാക്കുന്നു. അപ്പം വീണ്ടും വീണ്ടും അവര് സ്വയം മെനഞ്ഞുണ്ടാക്കുന്ന പദ്ധതികൾ അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും സമ്പത്തുണ്ടാക്കി അത് ഇങ്ങനെ സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നാണ് അവര് കരുതുന്നത്. മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മഫലത്തിന്റെ അതനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ജന്മ ശരീരം കിട്ടുന്നതെന്നും നമുക്ക് സുഖ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊന്നും അവര് കരുതുന്നതേ ഇല്ല. അവര് ദിവാസ്വപ്നം കണ്ട് കഴിയുകയാണ്. അപ്പൊ കംസന് ഒരിക്കൽ അക്രൂരനോട് പറഞ്ഞു, ഞാൻ ജരാസന്ധന്റെ സഹായം കൊണ്ട് യാദവരെയൊക്കെ ഞാൻ നശിപ്പിക്കും, എന്നിട്ട് സുഖമായിട്ട് ഞാൻ രാജ്യം ഭരിച്ച കഴിയുമെന്ന്. ഇത് കേട്ടിട്ട് അക്രൂരൻ എന്താ ചെയ്തത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്ലാനൊക്കെ നല്ലതാണ്, പക്ഷെ ഭഗവാന്റെ ഇച്ഛ പോലെയെല്ലാം നടക്കുകയുള്ളൂ. ഒരു ഭക്തൻ ഇങ്ങനെയാണ് ചിന്തിക്കുക. തങ്ങളുടെ ജീവിതത്തിലെ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒക്കെ ഈശ്വരസ്യാണ് എന്നാണ് കരുതുക. അപ്പൊ ഭഗവാന്റെ സഹായത്തോടെ അതിനെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. തനിക്ക് സമ്പത്തുണ്ടെങ്കിലും അത് ഭഗവാന്റേതാണ്, അപ്പൊ അത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം എന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഭക്തരുടെ സ്വത്തുക്കൾ ഒരിക്കലും നശിക്കുന്നില്ല. കാരണം അത് അവരുടേതായിട്ടല്ല, അവരുടെ
തന്നിഷ്ടത്തിന് വേണ്ടിയല്ല അവരെ ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കും. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ടാണ് തനിക്കതെല്ലാം നേടാൻ സാധിച്ചത് എന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കുക. അപ്പൊ ആസുര സ്വഭാവികളാണെങ്കിലോ, എന്റേതാണ് എല്ലാം, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സ്വത്തുക്കൾ, ഈ ചിന്തയാണ് എന്ന് കരുതിക്കൊണ്ട് ആ സ്വാർത്ഥ ചിന്തയാൽ അവരെ വ്യാമോഹിതരായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. മുട്ടക്കാരന്റെ സ്വപ്നം പോലെ. ഒരിക്കലും ഒരു മുട്ട കച്ചവടക്കാരന് തലയിലെ മുട്ട നിറച്ചും കൊണ്ട് കൊട്ടയിൽ നിറയെ മുട്ട നിറച്ചും കൊണ്ട് അത് വിൽക്കാനായിട്ട് പോയി. പോകുന്ന വഴിക്കയാള് ഇങ്ങനെ ഓരോ മാനസികമായിട്ടുള്ള ചിന്തകളിൽ മുഴുകി, മുട്ട വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കൂടുതൽ കൂടുതൽ കോഴികളെ വാങ്ങണം, അങ്ങനെ എനിക്ക് ധാരാളം മുട്ട കിട്ടും, ആ മുട്ട വിറ്റ് എനിക്ക് ധാരാളം പൈസയാകും, അപ്പോൾ ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് കുടുംബം ഉണ്ടാകും, കുട്ടികളുണ്ടാവും, അവരെ നല്ല നിലയിൽ എത്തിക്കണം, ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണ്. അപ്പൊ എന്തിലോ കാല് തട്ടി അയാൾ താഴെ വീണു. അപ്പം കുട്ടയിലുണ്ടായിരുന്ന മുട്ടയും ചിന്നിച്ചെതറി. അപ്പൊ സ്വപ്നം കണ്ടത് മാത്രം എന്തെങ്കിലും സഫലമായോ? ഇല്ല. ഇതുപോലെയാണ് ആസുര സ്വഭാവികളുടെ കാര്യം. അവരെ വ്യാമോഹമാകുന്ന വലയിൽപ്പെട്ട് ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം അവരെ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? അവസാനം അവരെ ഘോരമായിട്ടുള്ള നരകങ്ങളില് പതിക്കും. അവിടെ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പം ഈ നേട്ടങ്ങളൊക്കെ അവരുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എന്ന് അവര് മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മളുടെ കർമ്മഫലത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഉത്കൃഷ്ടമായിട്ടുള്ള കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയൊക്കെ നമുക്ക് കിട്ടുന്നതും ഒക്കെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അല്ലാതെ ഇതൊന്നും നമ്മൾ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല എന്നിവിടെ ശ്രീല വ്യക്തികൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. ഇങ്ങനെയാണ് ലോകത്തില് നിരന്തരമായിട്ട് കലഹങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നത് എന്ന് ശ്രീല പ്രഭുപാദര് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആസുര സ്വഭാവികൾ അവരെ എല്ലാ തരത്തിലും പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത്. തനിക്കിഷ്ടമല്ലെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അവര് കാമവാസനകൾക്ക് ആസക്തരായിട്ട് തങ്ങളുടെ ജീവിതം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ നമ്മളുടെ ആ ലക്ഷ്യം, ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇങ്ങനെയുള്ളവര് വിശ്വസിക്കുന്നുമില്ല, അവരത് അംഗീകരിക്കുന്നുമില്ല. നമുക്കറിയാം ഭാഗവതത്തിലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് അല്ലെ? കംസൻ, രാവണൻ, ശിശുപാലൻ, ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണ്. പക്ഷെ ഇവരൊക്കെ മുജ്ജന്മങ്ങളിലെ ഭക്തരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാന് ഇടയായി. അങ്ങനെ അവർക്ക് മുക്തി കിട്ടി. പക്ഷെ നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് അതും സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നമ്മൾ ഭക്തി മാർഗത്തിൽ കൂടി, ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ആസുര സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് പ്രഭാതർ പറയുന്നുണ്ട്, വേദഹിതങ്ങളായ യജ്ഞങ്ങളൊന്നും കൂടാതെ ഏത് ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ രാവണൻ പരിപാടി ഇട്ടിരുന്നു. പക്ഷെ ഇതൊന്നും നടക്കില്ല എന്ന് രാവണൻ ചിന്തിച്ചില്ല. തന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നാണ് രാവണനെ കരുതിയത്. ഇക്കാലത്തുകൊണ്ട് രാവണനെ പോലുള്ള ആസുര സ്വഭാവികൾ എന്ന് പ്രഭാതര് പറയുന്നുണ്ട്. അവര് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടങ്ങളായി അന്യഗ്രഹങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന ആസുര സ്വഭാവികളാണ് എന്ന് പറയുന്നു. അവർക്കറിയില്ല നമ്മളുടെ ഈ ഭൗതിക ശരീരം ഉപയോഗിച്ചിട്ട് മറ്റു ഗ്രഹങ്ങളിലേക്കോ മറ്റു ലോകങ്ങളിലേക്കോ കടക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കുന്നില്ല. അവരറിയാതെ വ്യാമോഹമാകുന്ന കുടുക്കിൽപ്പെട്ട ഒരിക്കലും പുറത്ത് കടക്കാനാവാത്ത വിധം അവര് അതിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. മത്സ്യങ്ങൾ എങ്ങനെയാണോ വലയിൽപ്പെടുന്നത് അതേപോലെയാണ്. മത്സ്യം വിചാരിച്ചാലും പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കില്ല. അതുപോലെയാണ് ആസുര സ്വഭാവികളും. മോഹജാലത്താൽ ആവൃതപ്പെട്ടിരിക്കുകയാണ്, ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്വിത യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേന അവിധിപൂർവകം. ഈ അവിധിപൂർവകം എന്ന വാക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെയുള്ള ആസുര സ്വഭാവികള് അവര് തന്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്യുന്നത്. അവരെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാം, ഒക്കെ ചെയ്യും, ദാനങ്ങൾ ചെയ്യും. പക്ഷെ ഇതൊന്നും
അവരുടെ ശരിയായ രീതിയിലല്ല അവർ ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ അവിധിപൂർവകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ ആ ഐശ്വര്യത്തില് മതാന്യത അതില് അഭിമാനമുള്ളവരായും ഗർവിഷ്ഠരായിട്ടുമാണ് അവര് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവരെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്, അല്ലാണ്ട് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ടല്ല, ശരിയായ രീതിയിലല്ല അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെയാണ് അവിധിപൂർവകം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ഗർവുണ്ടാവും, ഇല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ നമ്മൾ അതില് ഗർവിഷ്ഠരായിരിക്കും. പക്ഷെ ഈ കഴിവൊക്കെ ആര് തന്നതാണ്? ഭഗവാൻ തന്നതാണ്. നമ്മളുടെ മുജ്ജന്മ കർമ്മ ഫലം അനുസരിച്ചിട്ട് കിട്ടിയതാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഏത് നിമിഷവും നഷ്ടപ്പെടും എന്നുള്ള ചിന്തയും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്നതെല്ലാം. അത് അവരുടെ തന്നെ അധപതനത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ അവര് അംഗീകരിക്കുന്നില്ല. അവരുടെ ചിന്ത എപ്പോഴും എന്താണ്? എങ്ങനെ നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നുള്ള മിഥ്യ അഹങ്കാരമാണ് ഇങ്ങനെയുള്ള ആസുര സ്വഭാവികൾക്ക് എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നുണ്ട്. അവരുടേതായിട്ടുള്ള സ്വയം ദൈവങ്ങളെ, ദൈവങ്ങളെ അവരുണ്ടാക്കുകയാണ്. ഒരുപക്ഷെ അവര് തന്നെ ഈശ്വരനായിട്ട് ചമയാനും അവര് മടി കാണിക്കില്ല. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം പിടിച്ചു പറ്റാനാണ് അവര് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ മൂഢന്മാരായിട്ടാണ് ശ്രീല പ്രഭുപാദർ അവരെ സംബോധന ചെയ്യുന്നത്. അവർക്ക് ആധ്യാത്മികമായിട്ട് അറിവില്ലെങ്കിലും ഇതിലൊക്കെ പുരോഗതി നേടിയവരാണെന്ന് അവര് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ അവര് പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ഒരു സന്യാസി എന്ന് പറഞ്ഞാല് പരിവ്രാജകനാണ്. എല്ലാ തരത്തിലും ഭൗതികമായിട്ടും എല്ലാം ത്യജിച്ച് ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവര് സന്യാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവര് ചെയ്തു കൂട്ടുന്നു. അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ബാധകമേ അല്ല. അവരുണ്ടാക്കുന്ന നിയമങ്ങളാണ് അത്. അവരനുസരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാനും അവര് തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ അവിധിപൂർവകം എന്ന വാക്ക്, അതായത് അജ്ഞാനത്തിന്റെയും വ്യാമോഹത്തിന്റെയും ഫലമായിട്ടാണ് അവരിതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ശൃഗാല വാസുദേവൻ, അതായത് പൗണ്ഡ്ര വാസുദേവൻ എന്ന് പറയും, ഉണ്ടായിരുന്നു. ഭഗവാനെ പോലെ തന്നെ വേഷം കെട്ടി നടക്കും. കൃത്രിമമായിട്ട് 2 കൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിലെ ശംഖ്, ചക്രം, ഗദ, പത്മം ഇതൊക്കെ ധരിച്ചുകൊണ്ട് മഞ്ഞപ്പട്ടൊക്കെ ഉടുത്തിട്ട് ഭഗവാൻ എന്തൊക്കെ ചെയ്താലും അതെല്ലാം കൃത്രിമമായിട്ട് അനുകരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരാൾക്ക് ഈശ്വരനാകാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഈശ്വരനായിട്ട് വേഷം കെട്ടിയോണ്ട് ഭഗവാനാകുമോ? ഇല്ല. ഒടുക്കം ഭഗവാന് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അതിലുള്ള ആസുര സ്വഭാവികളുടെ അന്ത്യം ഇങ്ങനെയായിരിക്കും. അവരെ കപടമായിട്ടാണെങ്കിലും ഭക്തിയില്ലെങ്കിലും ഭഗവാനെ എപ്പോഴും ചിന്തിച്ചാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ കൈകളാൽ തന്നെ വധിക്കപ്പെടാൻ ഭാഗ്യമുണ്ടായി. പക്ഷെ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് അതുമില്ല ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യവും നമുക്കില്ല. അപ്പം നമ്മളുടെ ഉള്ളിലെ കുറവുകളെ നമ്മൾ തന്നെ സ്വയം തിരുത്തി ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളുടെയൊക്കെ അനുഭവം ഇത് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വേഷന്തോ അഭ്യസൂയകാ. അപ്പൊ ഇങ്ങനെയുള്ള ആസുര സ്വഭാവികള് മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് തങ്ങളുടെ ഐശ്വര്യത്തിലും കഴിവുകളിലൊക്കെ മതോന്മത്തരായിട്ടാണ് അവര് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അതില് ഗർവിഷ്ഠരാണ്. ഇവരുടെ വഴിയിൽ ആരെങ്കിലും തടസ്സമായിട്ട് നിന്നാല് അവരെ ശത്രുക്കളായി കണ്ടവരെ വകവരുത്താനും ഇങ്ങനെയുള്ളവര് മടി കാണിക്കില്ല. അവർക്ക് പരമാത്മാവിനെയോ ഭഗവാനെയോ അവര് കണക്കാക്കുന്നില്ല. അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നില്ല. അവരെ ഭക്തി പരിശീലിക്കാന് തയ്യാറാവുന്നില്ല. തന്നെയുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ഇവരെ മടി കാണിക്കുകയും ചെയ്യും. അവര്
ധർമ്മശാസ്ത്രങ്ങളില് വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്? ഭഗവാനോട് അസൂയയാണ് അവർക്ക്, ഈർഷ്യയാണ് അവർക്ക്. തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധനുത്തിൽ അവര് മതോന്മത്തരാണ്. ആ ഗർവ് കൊണ്ടാണ് അവര് ഭഗവാനെ അംഗീകരിക്കാന് തയ്യാറാകാത്തത്. ഈ ജീവിതം, അതായത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യപാപങ്ങള് അടുത്ത ജന്മത്തിന് കാരണമാകും. അതിനനുസരിച്ചിട്ടാണ് ഒരു ശരീരം നമുക്ക് കിട്ടുക എന്ന് ഇങ്ങനെയുള്ളവർ ഒരിക്കലും അംഗീകരിക്കാന് തയ്യാറാവില്ല. അവര് മറ്റുള്ളവരോട് മാത്രമല്ല, അവർക്ക് തന്നെ വിനാശത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തും ചെയ്യാൻ തനിക്ക് അവകാശമുണ്ട്, തങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് ഇങ്ങനെയുള്ളവര് ചിന്തിക്കുന്നത് കൊണ്ട്. താൻ നേടിയതെല്ലാം എന്താണ്? തങ്ങളുടെ കഴിവുകൊണ്ടാണ്, തങ്ങളുടെ ആ ശക്തി കൊണ്ടാണ് തനിക്കതെല്ലാം നേടാൻ സാധിച്ചത്, അല്ലാണ്ട് ഭഗവത് കൃപ കൊണ്ടല്ല എന്നവര് പറയാനും മടി കാണിക്കില്ല അവര്. അപ്പം ഇങ്ങനെയുള്ള ആസുര സ്വഭാവികളെ ഒരിക്കലും ഭഗവാന്റെ ആ മേൽക്കോയ്മ, സുപ്രീമസി അവരെ അംഗീകരിക്കില്ല. അതിന് കാരണം എന്താണ്? ഭഗവാനോട് ഈർഷ്യയാണ്, അസൂയയാണ് അവർക്ക്. അവരൊരിക്കലും ഭഗവാൻ പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്നവരെ അംഗീകരിക്കുന്നില്ല. അവരെ ഭഗവാനെ ആരാധിക്കാൻ അവര് തയ്യാറാവുന്നില്ല. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുക്കാനും അവര് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഗുരുവിനെയോ ഗുരു തുല്യരായിട്ടുള്ളവരെയോ അവരെ ബഹുമാനിക്കാനോ ആദരവ് കാണിക്കാനോ അവര് തയ്യാറാകുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ അവര് അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താണ്? അവർക്ക് ഒരു തരത്തിലും പുറത്ത് ആവാത്ത തരത്തിൽ അവര് ഘോരമായിട്ടുള്ള നരകങ്ങളില് പതിക്കുകയാണ് എന്ന് ഭഗവാൻ ഇവിടെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താനഹം ദിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷേവ യോനിഷു. അപ്പൊ ഇങ്ങനെയുള്ളവര് ഈർഷ്യാലുക്കളാണ്, ദുർബുദ്ധികളാണ്. ഇവരെ നരാധമാൻ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യരിൽ വെച്ചിട്ട് ഏറ്റവും അധപ്പതിച്ചവരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അപ്പൊ അവർക്ക് ഇനിയുള്ള ജന്മങ്ങൾ, അവർക്ക് ധാരാളം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ആ ജന്മങ്ങളിലൊക്കെ അവർക്ക് ഒരു നല്ല ജന്മം കിട്ടില്ല. അവർക്ക് മൃഗതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും. മനുഷ്യനായിട്ട് ജനിച്ചാലും അധപ്പതിച്ച ആ നീച ജന്മങ്ങളിലേക്കാണ് അവർക്ക് പോകേണ്ടി വരിക. എന്തുകൊണ്ടും നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് കിട്ടുക എന്ന് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ജന്മം ഏത് ശരീരം കിട്ടുമെന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാനാണ് അത് അധികാരം, ഏത് ശരീരമാണ് നമുക്ക് തരേണ്ടതെന്ന്. നമുക്ക് സ്വയമായിട്ട് അത് നേടിയെടുക്കാൻ സാധിക്കില്ല. നേടിയെടുക്കാൻ സാധിക്കും എങ്ങനെ? നമ്മള് സത്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മം ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കാനും ഒരു ഭക്തന്റെ കുടുംബത്തിൽ ജനിക്കാനും നമുക്ക് ഇടയാകും എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഈ ജന്മം നമ്മൾ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോയാലും നമുക്ക് ഈ ജന്മം ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത ജന്മത്തിൽ കൂടി അത് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് ശ്രീല പ്രഭുപാദര് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഈ ആസുര സ്വഭാവികൾ ഇതൊന്നും അംഗീകരിക്കാന് തയ്യാറാകുന്നില്ല. ഭഗവാന്റെ ആ മേധാവിത്വത്തെ അവരെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാനാണ് പരമസത്യം എന്നവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. അവര് തന്നെയാണ് എല്ലാം, അവരാണ് ദൈവം, അവരുടെ കഴിവുകൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നാണ് അവര് കരുതുന്നത്. അവരുടെ മുജ്ജന്മ കർമ്മ ഫലത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ജന്മം ഇത്രയധികം സമ്പത്ത് ഉണ്ടാക്കാനും ഇത്രയധികം കഴിവുകൾ ഉണ്ടായതൊന്നും അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഇവിടെ പറയുന്നുണ്ട്, വ്യക്തിഗത ജീവാത്മാവ് മരണത്തിന് ശേഷം ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ പ്രവേശിക്കപ്പെടുന്നുവെന്നും അവിടെ വെച്ചിട്ട് പരമോന്നത ശക്തിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായ ഒരു ശരീരം കൈക്കൊള്ളുന്നുവെന്നും ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മാതാവിന്റെ ശരീരത്തിലാണ് നമ്മൾക്ക് ജന്മം എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നരകമാണ്. ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക, ഗർഭസ്ഥ ശിശുവിന് മാത്രമേ അതറിയൂ. അപ്പൊ ആ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് 2 കൈയും കൂപ്പിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കും, എനിക്ക് ഇനി ഇങ്ങനെ ഒരു അവസരം തരരുതേ എന്ന്. ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ സേവനത്തിൽ ഞാൻ ഏർപ്പെട്ടുകൊള്ളാം എന്ന് ആ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സത്യം ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ പുറത്തേക്ക് വരുന്ന സമയത്ത് പുറമേയുള്ള വായുവിന്റെ സമ്പർക്കം കൊണ്ട് ഈ ചെയ്ത സത്യങ്ങളൊക്കെ ആ ശിശു മറക്കുകയാണ് ചെയ്യുക. പിന്നെയും പഴയപടി തന്നെ മായയിൽപ്പെട്ട്
തന്റെ ജീവിതം കഴിച്ചുകൂട്ടുകയാണ് ചെയ്യുന്നത്. അവിചാരിതമായിട്ട് തന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് ഏതെങ്കിലും തരത്തിലെ ഭക്തന്മാരുമായിട്ട് സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി, ആ ജീവാത്മാവ് ഭക്തിമാർഗത്തിൽ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ തങ്ങളുടെ ജീവിതം മാറ്റിമറിയും. അങ്ങനെ ആ ജന്മം കൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മളുടെ കർമ്മഫലം കൂടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരിക്കലും അവസരം കിട്ടില്ല. വീണ്ടും വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം എന്നപോലെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ നമുക്ക് കഴിച്ചു കൂട്ടേണ്ടി വരും. ഇതൊക്കെ ആകസ്മികമായിട്ടുണ്ടാവുകയല്ല, ഇതെല്ലാം ഉത്കൃഷ്ട ശക്തിയുടെ ക്രമീകരണങ്ങളാണ് എന്ന് അസുര സ്വഭാവികള് വിശ്വസിക്കുന്നില്ല. അവര് വീണ്ടും വീണ്ടും രാക്ഷസീയ ഗർഭങ്ങളിൽപ്പെട്ട ഈർഷ്യാലുക്കളായി നരാധവന്മാരായി പിറക്കുന്നു. അപ്പോഴും എന്താ ചെയ്യുന്ന, ഓരോ ജന്മം കിട്ടുമ്പോൾ എത്ര അധപതിച്ച ജന്മമായാലും അവരുടെ ഉള്ളില് അവര് കാമക്രോധ ലോഭ മോഹങ്ങൾക്ക് വിധേയരായിട്ട് അസൂയാലുക്കളായിട്ട് ശുചിത്വമില്ലാത്തവരായിട്ട് അവരാ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. അവർക്ക് അങ്ങനെയുള്ളവര് വനാന്തരങ്ങളില് വേട്ടയാടി ജീവിക്കുന്ന ആ നീച്ച ജാതികളിൽ പെട്ടവരായിട്ട് വീണ്ടും വീണ്ടും അവർക്ക് കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. അങ്ങനെ അവരെ എല്ലാ തരത്തിലും ആസുര പ്രകൃതിക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഒരു കാലത്തും പുറത്തു കടക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആസുരീം യോനി മാപന്ന മൂഢാജന്മനി ജന്മനി മാമപ്രാപൈവ കൗന്ദേയ തതോയാന്ത്യഥമാം ഗതിം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഹേ കൗന്ദേയ, ആസുരികളായിട്ടുള്ള യോനികളിൽ ജനിച്ചിട്ട് ഓരോ ജന്മങ്ങളിലും മോഹത്തിന് വിഭ്രാന്തരായിട്ട് ഭഗവാനെ ആശ്രയിക്കാതെ അവർക്ക് അധോഗതി തന്നെയാണ് അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവുക എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സംശയം തോന്നാം, ഭഗവാൻ കരുണാമയനാണ്, ഭഗവാൻ എല്ലാവരോടും ദയ കാണിക്കുന്നു, ഭഗവാന് പക്ഷാഭേദമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയുള്ളവരെ മോചിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് സംശയം തോന്നാം. എന്തുകൊണ്ടാണ് അത്? ഭഗവാൻ ദയ കാണിക്കാഞ്ഞിട്ടല്ല, ഭഗവാൻ അവരോട് ദയ കാണിക്കുന്നുണ്ട്. ആ ദയ കൊണ്ടാണ് അവരെ വീണ്ടും 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 നീച യോനികളിൽ തന്നെ ഇടുന്നത്. എങ്കിലും അങ്ങനെയെങ്കിലും അവരെ പാഠം പഠിക്കട്ടെ, ഇതല്ല ജീവിതം, ഇതിനൊക്കെ ഒരു നിയന്താവുണ്ട്, ഈശ്വരനുണ്ട്, നമ്മളെ ഒക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്, ഇതൊന്നും നമ്മളുടെ കഴിവുകൊണ്ടല്ല ഇതൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും തരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനമ്മമാര് മക്കളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അവര് വഴിതെറ്റാനല്ല, അവരെ നേർവഴിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഭഗവാൻ ഇങ്ങനെയുള്ള ആസുര സ്വഭാവങ്ങളെ ശിക്ഷിച്ച് നേരെയാക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവരുടെ ആ കർമ്മഫലത്തിന്റെ ശക്തി കൊണ്ട് ഇതവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ അവര് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് വഴുതി വീണുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഭഗവാനെ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അവരുടെ കർമ്മഫലങ്ങൾ കാരണമാണ്, അവരുടെ പ്രാരബ്ധങ്ങൾ കാരണമാണ് അവർക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, വരും കാല ജന്മങ്ങളിൽ ഒന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാൻ ഇടയില്ല എന്ന് ഈ ശ്ലോകത്തില് വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് തരം താഴ്ന്നു പോകുമെന്നും വേദങ്ങള് പറയുന്നുണ്ട്. ഇവര് വേദങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഇക്കൂട്ടര് തയ്യാറാകുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാൻ ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിന്റെ അധോതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കനിവ് കൊണ്ടാണ്. അവരത് അവസാനമെങ്കിലും അവര് തങ്ങളുടെ തെറ്റുകൾ തിരുത്തി, അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് വന്ന് ഭഗവാനെ അഭയം പ്രാപിക്കാൻ തയ്യാറായാൽ രണ്ട് കൈകൊണ്ടും ഇങ്ങനെയുള്ളവരെ ഭഗവാൻ സ്വീകരിക്കും. അതിന് ഭഗവാൻ ഒരു മടിയും കാണിക്കില്ല. അവരുടെ എല്ലാ തരത്തിലുള്ള തെറ്റുകളും പൊറുക്കാൻ ഭഗവാൻ തയ്യാറാണ്. പക്ഷെ അവര് തയ്യാറല്ല, അസുര സ്വഭാവികൾ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം. അപ്പൊ ഭഗവാൻ ഏതു തരത്തിലുള്ള ദോഷങ്ങൾ ഒരാൾക്ക് വരുത്തിയാലും അത് ഭഗവാൻ ആ വ്യക്തിയോട് വിരോധം ഉണ്ടായിട്ടല്ല, ആ ജീവാത്മാവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ എല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാനാൽ കൊല്ലപ്പെട്ടവരെ നമുക്കറിയാം, രാവണൻ, കുംഭകർണൻ, ഇവരെല്ലാം തന്നെ, കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, ഇങ്ങനെ എത്രയോ പേരുണ്ട് അസുരന്മാരിൽ. ഇവരെല്ലാം ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടവരാണ്. ഭഗവാന്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടുന്നവർക്ക് മുക്തി കിട്ടും. അപ്പം
അവരെയൊക്കെ ദുഷ്ടന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പലതരത്തിലുള്ള അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പൊ തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ ആസുര സ്വഭാവികളോട് ഭഗവാൻ കനിവ് കാണിക്കുകയാണ് ചെയ്തത്, അവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം ഭഗവാൻ പറയുന്നുണ്ട്, വൈവസ്വത മന്വന്തരത്തിലെ 78ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിന്റെ അവസാനം ഭഗവാൻ അവതരിച്ചു ഇല്ലേ. ആ സമയത്ത് കംസൻ വിദ്വേഷം കൊണ്ടാണ് ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഭയം കൊണ്ടാണ്, ശത്രുവായിട്ടാണ് ഭഗവാനെ കണ്ടത്. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ കൈകളാൽ കംസന് മരിക്കാൻ ഭാഗ്യമുണ്ടായി ഇല്ലേ. അപ്പം ഏത് ഭാവത്തിൽ, അത് ഭാവഗ്രാഹി ജനാർദ്ദനനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമ്മൾ ഏത് തരത്തില് ശത്രുവായിട്ടായാലും മിത്രമായിട്ടായാലും നമ്മളെ ഏത് തരത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ഭഗവാൻ അതിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കും ഇല്ലേ. ശിശുപാലൻ എത്രയോ തെറ്റുകൾ ചെയ്തു. ഭഗവാൻ ശിശുപാലന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, 100 തെറ്റുകൾ ഞാൻ പൊറുക്കുമെന്ന്. 100 കവിഞ്ഞപ്പോഴാണ് ശിശുപാലനെ ഭഗവാൻ വധിക്കുന്നത്. അങ്ങനെ ശിശുപാലനും മുക്തി കിട്ടി. അപ്പൊ ഭഗവാന് എത്ര ദുഷ്ടരായാലും ഭഗവാൻ അവരുടെ തെറ്റുകൾ പൊറുത്തിട്ട് ഭഗവാൻ അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവരെ നേരത്തെ തന്നെ ഭഗവാനിലേക്ക് വന്നാലോ തീർച്ചയായിട്ടും അവർക്ക് ഭഗവത് സാക്ഷാത്കാരം കൊടുക്കാനും തിരിച്ചുവരവില്ലാത്ത ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കാനും ഭഗവാനും മടി കാണിക്കില്ല. പക്ഷെ അവരുടെ ആ പ്രാരബ്ധം കൊണ്ട് ആസുര സ്വഭാവികൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭസ്തസ്മാദേതത്രയം ത്യജേത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് കാമക്രോധ ലോഭമോഹങ്ങളെല്ലാം നമ്മൾ മുൻ ശ്ലോകങ്ങളിലും കണ്ടു, ഇതെല്ലാം നരകത്തിലേക്കുള്ള വാതിലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളില് ഇമാതിരി സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മളുടെ ഉള്ളിലും ഉണ്ടാവാം, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി അത് മുള്ളയിലെ നുള്ളിക്കളയാൻ നമ്മൾ തയ്യാറായാല് നമുക്ക് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ നമുക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം ബുദ്ധിയുള്ളവർ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ഭക്തിമാർഗത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഇതെല്ലാം ആത്മാവിന്റെ അധപതനത്തിന് കാരണമാകുകയാണ്, ഇതൊന്നും ആത്മാവിനെ ശ്രേഷ്ഠത നേടിക്കൊടുക്കില്ല എന്ന് ബുദ്ധിയുള്ളവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ആസുര ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ആസുര സ്വഭാവികൾ അവരുടെ ആഗ്രഹങ്ങളെ, കാമവാസനകളെ പൂർത്തീകരിക്കാനായിട്ടാണ് അവരുടെ ജീവിതം ചെലവഴിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ അവരുടെ ഉള്ളില്, പലതരത്തിലുള്ള ഭോഗ തൃഷ്ണകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നീട് അവരുടെ അധ്വാനം മുഴുവൻ ആ ആഗ്രഹങ്ങളെ, തൃഷ്ണകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവര് പരിശ്രമിക്കുന്നതെല്ലാം. അങ്ങനെ അവര് കാമക്രോധ ലോഭമോഹങ്ങൾക്ക് വിധേയരായിട്ട് തങ്ങളുടെ ജീവിതം പാഴാക്കി കളയുകയാണ്. അത് വീണ്ടും വീണ്ടും അത് ജന്മമെടുക്കുന്നതിന്, ശരീരം എടുക്കുന്നതിന്, അതും നീച യോനികളിൽ പതിക്കുന്നതിന് അവർ തന്നെ ഉത്തരവാദികളാകുകയാണ് ചെയ്യുന്നത്. അപ്പം ആസുരമായ നിലയിലേക്ക് വഴുതി വീഴാൻ ഇഷ്ടപ്പെടാത്ത ബുദ്ധിമാനായ ഒരാള് ഈ 3 ശത്രുക്കളിൽ നിന്ന് പ്രത്യേകം വിട്ടുനിൽക്കണം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ശ്ലോകങ്ങളിലും, കാമക്രോധ ലോഭമോഹങ്ങൾ നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ക്രോധം എന്നാൽ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിഭ്രംശ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് വിനശ്യതി. കാമക്രോധ ലോഭമോഹങ്ങൾ നമ്മളെ വിനാശത്തിലേക്ക് നയിക്കുകയുള്ളൂ, നമ്മൾ അധപ്പതിക്കാൻ ഇടയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏത് തരത്തിലായാലും നമ്മൾ ഒരു തരത്തിലും ഇതിനെ അടിമപ്പെടാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം ഭൗതികതയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഏതൊരു ജീവാത്മാവും ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയില്ല മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതേർവിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രിഭിർനരഃ ആചരത്യാത്മന ശ്രേയസ്തതോ യാതി പരാം ഗതി. അപ്പം ഭൗതികതയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവര് ഈ 3 കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കണം. ഇതെല്ലാം നമ്മളെ വിനാശത്തിലേക്ക് നയിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ, ഇത്രയും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഉത്തരവാദി ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള
ഈ പറഞ്ഞ കാമക്രോധ ലോഭമോഹങ്ങളാണ് സമൂഹത്തെ ഇത്രയധികം മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ ഈശ്വര ചിന്തയുള്ളവരാക്കിയിട്ടും ദൈവഭയമുള്ളവരാക്കിയും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പറഞ്ഞു കൊടുത്ത് അതിലെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അതിലെ മോറൽ വാല്യൂസ് എന്താണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്താല് അവരെ ഈശ്വര വിശ്വാസം ഉള്ളവരായിട്ട് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നയിച്ച് അവർക്ക് നമ്മളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതാണ് ചെയ്യേണ്ടത്. അടുത്ത തലമുറയെങ്കിലും ഈശ്വര വിശ്വാസം ഉള്ളവരായിട്ട് വളർത്തിയെടുക്കുക. അങ്ങനെ നമുക്ക് സമൂഹത്തെ രക്ഷിക്കാന് നമുക്ക് കുറെയൊക്കെ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ആ പരമപദത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. ഇപ്പം മനുഷ്യര് കാമക്രോധ മോഹങ്ങളെ കരുതിയിരിക്കണം. ഇവ നമ്മളുടെ പരമശത്രുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ നിന്ന് എത്രയും ഒഴിഞ്ഞു നിൽക്കുന്നു അത്രയും നമ്മളുടെ ജീവിതം പരിശുദ്ധമായി തീരുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേദശാസ്ത്രങ്ങളിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷ്ണാവബോധത്തിലെ വിജയം കൈവരിക്കാന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയുള്ളവരിലെ ഭാഗ്യമുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ വരാനും നമുക്ക് സാധിക്കും. വൈദിക സാഹിത്യങ്ങളൊക്കെ കർമ്മത്തിന്റെയും അതിന്റെ ആ കർമ്മ ഫലങ്ങളെ കുറിച്ചിട്ടുമാണ് അതിലെല്ലാം പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കാന് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ വളർന്നു വരുന്ന കാമക്രോധ ലോഭങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തിയുടെ സേവനമാണ്. ആ ഭക്തിയുടെ സേവനം കൊണ്ട് നമുക്ക് സാക്ഷാത്കാരം നേടാൻ സാധിക്കുകയുള്ളൂ. ആ ഭക്തിയുടെ സേവനം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ള ശുദ്ധമാവണം. അപ്പൊ ഈ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് ബദ്ധാത്മാക്കളുടെ മോചനം ഉറപ്പു തരുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് ഏവരും ഭക്തിയുടെ കൃഷ്ണാവബോധത്തിൽ വന്ന ഭക്തിയുടെ സേവനത്തിന്റെ പാത സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായാല് ഈ സമൂഹവും നന്നാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വൈദിക മതപ്രകാരം ജീവിതത്തിലെ 4 ആശ്രമചര്യകളും ചാതുർവർണ്ണയ വ്യവസ്ഥയും നിലവിൽ വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഭഗവാൻ വർണ്ണാശ്രമ സമ്പ്രദായങ്ങള് കൊണ്ടുവന്നത് സമൂഹത്തിന്റെ അച്ചടക്കത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ സമൂഹം അച്ചടക്കമുള്ളതാകും. അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് നാടിനെ നന്നാക്കാൻ കഴിയും. നാട് നന്നായാൽ ഈ രാജ്യവും നന്നാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം നടപ്പിലാക്കിയത്. പക്ഷെ നമ്മളതെല്ലാം തലതിരിഞ്ഞ രീതിയിൽ അതിന്റെ ആശയങ്ങൾ എടുത്തുകൊണ്ട് നമ്മളുടെ ചെയ്യുന്നതൊക്കെ തലതിരിഞ്ഞതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ജീവിക്കുന്നവര് സ്വാഭാവികമായിട്ട് ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവര് മുക്തിക്ക് അർഹരാണെന്നും പറയുന്നുണ്ട്. യേ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. അപ്പം ഈ ആസുര സ്വഭാവികള് തന്നിഷ്ടം പോലെ ജീവിക്കുന്നവരാണ്. അവര് ശാസ്ത്രങ്ങളെയോ ഭഗവാനെയോ ഒന്നും അവര് അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പരിപൂർണത കൈവരിക്കാന് തങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനും അങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശാസ്ത്രവിധികൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം തനിക്ക് തോന്നിയപടി കാമക്രോധ ലോഭങ്ങളാൽ പ്രേരിതനായിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും പരിപൂർണത കൈവരിക്കാന് സാധിക്കില്ല. അതായത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരും നരാധമന്മാരാണ്. എല്ലാം അറിയാം, വേദങ്ങളിൽ പറയുന്നൊക്കെ എല്ലാ കാര്യങ്ങളിലും അറിയാം, ഭഗവാൻ ഉണ്ടെന്നറിയാം, ഭഗവാനാണ് എല്ലാത്തിന്റെയും നിയന്താവെന്നറിയാം, ഭഗവാന്റെ ഇച്ഛ പോലെ നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ സുഖവും ദുഃഖവുമാണെങ്കിൽ എല്ലാം തന്നെ ഭഗവത് ഇച്ഛ പോലെ നടക്കുകയുള്ളൂ എന്ന് എല്ലാം അറിയാമെന്നിരിക്കലും ഭഗവാനെ പറയുന്നത് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല, തനിക്ക് ഇഷ്ടം പടി ജീവിക്കുക. അങ്ങനെയുള്ളവരും നരാധമന്മാരാണ് എന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയ എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും
തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തങ്ങളുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കണം, ശ്രേഷ്ഠമാക്കണം. അത് തനിയെ തന്നെ ചെയ്യണം. ഉദ്ധരേതാത്മാനം ആത്മാനം ന ആത്മാനം അവസാദയത്. നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാൾക്ക് പറഞ്ഞു തരാനേ കഴിയുള്ളൂ. നമ്മൾ തന്നെ പരിശ്രമിച്ച് നമ്മൾ ശരിയായ പാതയിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ഈ നിയമനിബന്ധനകളെയും ധർമാനുഷ്ഠാനങ്ങളെയും എല്ലാം അനുസരിക്കുന്നുവെങ്കിൽ ബോധത്തിലെ ഭഗവാൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അന്ത്യനിമിഷത്തിൽ ഭഗവാനെ സ്മരിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്ലോകങ്ങൾ. എം എം യാന്തി സ്മരൻ ഭാവം രജിത്തന്റെ കളയവരം, ഇല്ലേ? അതുപോലെ അന്ധകാല യജമാമേവം. നമ്മൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതിന് നമ്മൾ പരിശീലനം കൊടുക്കണം. നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും അത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ സാധിക്കുകയുള്ളൂ. അല്ലാതെ അന്തിമ നിമിഷം ആരും വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കില്ല. അതിന് ചിലർക്ക് ഭാഗ്യം ഉണ്ടാവാം. അന്തിമ സമയത്ത് ഭഗവത്ഗീത ചൊല്ലിത്തരാനും ശ്ലോകങ്ങൾ ചൊല്ലിത്തരാനും തിരുനാമം ജപിക്കാൻ ഓർമ്മിപ്പിക്കാനും ഒക്കെ നമുക്ക് അതിന് വളരെ ചുരുക്കം പേർക്കാണ് അതിന് ഭാഗ്യം കിട്ടുക. നമ്മൾ അതിന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട് നമ്മളോട്. നമ്മൾ മുന്നധ്യായങ്ങളിൽ കണ്ടു, അല്ലേ? ഭഗവാൻ അതിനുള്ള അവസരം തരും. ഭഗവാൻ തന്നെ വന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും ഭഗവാനെ കുറിച്ച് എന്ന്. ഭഗവാൻ അതും തരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ എല്ലാ തരത്തിലും ബദ്ധാത്മാവിനെ ആ ഭൗതികതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കുടുങ്ങിക്കിടക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുക ഏത് വഴിയാണ്. നമുക്ക് ഇനി ഇവിടെ തുടരണമോ അതോ തിരിച്ചുവരവില്ലാത്ത ലോകത്തിലേക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി ഭഗവാന് സേവനം ചെയ്ത് ഭഗവാനുമായിട്ട് നിത്യാനന്ദം അനുഭവിക്കണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ദൈവവിശ്വാസിയാണെങ്കിലും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ അതൊക്കെ നിരർത്ഥകമാണ്. നമ്മൾ എത്രയധികം പരിശ്രമിച്ചാലും അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് കൃഷ്ണാവബോധത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണാവബോധത്തിന്റെയും ഭക്തിയുടെ സേവനത്തിന്റെയും മേഖലയിലേക്ക് ഒരാൾ ക്രമേണ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണത കൈവരിക്കാന് സാധിക്കുകയുള്ളൂ. അല്ലാതെ കാമലോഭ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അപ്പം ആസുര സ്വഭാവങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? ശാസ്ത്രങ്ങളെ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. ഈ നിയമനിബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. അങ്ങനെ നമുക്ക് ഉന്നതി പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു എല്ലാ വേദങ്ങളും എന്താണ് അനുശാസിക്കുന്നത്? ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ അറിയുക. വേദങ്ങളിൽ കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ കൂടി പോയി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗമാണ് കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുകയും തിരുനാമം ജപിക്കുകയും ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുകയും അങ്ങനെ ശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. അതാണ് പ്രത്യക്ഷമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ വഴിയെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പം ഈ വഴി പോകുന്ന ആ ബദ്ധാത്മാക്കൾക്ക് എല്ലാ തരത്തിലും ഉള്ള അറിവുണ്ടെന്ന്, അതായത് നമ്മൾ പ്രത്യേകിച്ച് കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വേദങ്ങൾ പറ്റി പഠിക്കുന്നതിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ട. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ കൂട്ടി മുന്നോട്ട് പോകുന്തോറും ആ വ്യക്തിയില് വേദങ്ങൾ പഠിച്ചിട്ടുള്ള ജ്ഞാനം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഉണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മള് ശരിയായ വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ 3 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. എന്താണ്? നാമരുചി, ഭൂതദയ, പിന്നെ വൈഷ്ണവ സേവ. അപ്പൊ നമ്മള് നാമരുചി ഉണ്ടാവണം. നമുക്ക് വെറുതെ ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഉടനെ നമ്മൾ വെറുതെ ഇരിക്കാതെ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ നമ്മുടെ ബീറ്റ് ബാഗ് എടുക്കുക, ചാൻഡിങ് ചെയ്യുക. അതിന് നമുക്ക് അല്പം പോലും മടി തോന്നരുത്. അതാണ് നാമരുചി. എപ്പോഴും തിരുനാമം ജപിക്കാനുള്ള ഒരു
ഉത്സാഹം നമ്മളുടെ ഉള്ളില് ഉണ്ടാവണം, താല്പര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ ദയ കാണിക്കുക. അത് പരദുഃഖ ദുഃഖിയാണ് ഒരു വൈഷ്ണവൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾക്ക് ഒരിക്കലും അസൂയ ഉണ്ടാവാൻ പാടില്ല. അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്ന് അവരുടെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് കണ്ടുകൊണ്ട് അതിന്റെ പരിഹാരം കാണാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവാനെ കുറിച്ചിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ വൈഷ്ണവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തില് വൈഷ്ണവ സേവ ചെയ്യുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രങ്ങളെ അംഗീകരിക്കണം എന്ന് പറയും കുറവുകളുള്ളത്. ഭഗവത്ഗീതയുടെ അവതാരികയിലെ 4 ന്യൂനതകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മൾ സ്വയം തെറ്റ് ചെയ്യുന്നു, നമ്മൾ വഞ്ചിക്കുന്നു, വഞ്ചിക്കപ്പെടാനും നമ്മൾ കാരണക്കാരാവുന്നു, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവില്ല, ഇല്ലേ? പിന്നെ നമ്മൾ വ്യാമോഹികളാണ്, സ്വപ്നം കണ്ടു കഴിയുന്നവരാണ് എന്ന് പ്രത്യേകം അവതാരികയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ദോഷങ്ങളൊന്നും ശാസ്ത്രങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ആചാര്യന്മാരെ ശാസ്ത്രങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടവരെ ആധ്യാത്മിക പാതയില മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിലെ പലവിധമുണ്ട്. പ്രധാനമായിട്ട് 2 തരത്തില് വ്യക്തിശൂന്യവാദികളുണ്ട്, വ്യക്തിഗതവാദികളുണ്ട്. ഒരു ഭഗവാന് രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഭഗവാൻ അരൂപിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലേ? ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. അപ്പം എങ്ങനെയായാലും അവരൊക്കെ വേദങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവര് ജീവിക്കുന്നത്. വേദങ്ങളെ മാനിക്കാത്തവർക്ക് ഒരിക്കലും പരിപൂർണതയിലെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ച് ജീവിക്കുന്നവര് ഭാഗ്യശാലികളാണ് എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം ഭഗവാനെ കുറിച്ച് ജ്ഞാനം തരുന്ന പ്രമാണങ്ങളോടുള്ള വെറുപ്പാണ് മനുഷ്യ സമൂഹത്തിലെ എല്ലാത്തരം വീഴ്ചകൾക്കും കാരണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമാണ്. അതാണ് മുൻപേ പറഞ്ഞത്, ഈശ്വര ഭയമില്ല. ഇന്നത്തെ ചെറുപ്പക്കാര് വഴിതെറ്റുന്നതിനുള്ള മുഖ്യ കാരണം അവർക്ക് ദൈവവിശ്വാസമില്ല, ഈശ്വരൻ ഇല്ല, ഉണ്ടെങ്കിൽ തെളിവ് തരും എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും തെളിവ് വേണം. അതുകൊണ്ടാണ് ആ തെളിവ് കണ്ടുപിടിക്കാനാണ്, ആ ആനന്ദമാണ് അവർ അന്വേഷിക്കുന്നത്. അതിനായിട്ട് അവർ പലതരത്തിലുള്ള മാർഗങ്ങൾ തേടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സ്കൂൾ കുട്ടികൾ പോലെ ലഹരികൾക്ക് അടിമകളാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ കുട്ടിക്കാലം മുതലേ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് അറിവ് കിട്ടുന്നില്ല. ശരിയായ രീതിയിൽ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും വഴിതെറ്റില്ല. അവർ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവരതിനെ പരിശ്രമിക്കും. അങ്ങനെ അവരത് പുറത്ത് കടക്കുകയും ചെയ്യും. അതില്ലാത്തതിന്റെ പുറമാണ് ഇന്ന് ചെറുപ്പക്കാരിന് നമ്മളുടെ ചുറ്റും കാണാം. എത്രയോ ചെറുപ്പക്കാരാണ് പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളയുന്നത്, ഇല്ലേ? എത്ര അച്ഛനമ്മമാരാണ് കണ്ണീര് കുടിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരവാദികൾ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ്. അച്ഛനമ്മമാര്, മുത്തശ്ശിമാരാണ്. അവര് കുട്ടിക്കാലം മുതലേ കുട്ടികളെ ശരിയായ രീതിയിൽ അവരെ വഴിതെറ്റിച്ച് വിടുകയാണെങ്കിൽ ഒരിക്കലും ഈ കൂട്ടരൊന്നും വഴിതെറ്റി പോവില്ല. മറ്റുള്ളവർ വിചാരിച്ചാലും ഇവരെ അകപ്പെടുത്താന് സാധിക്കില്ല. അപ്പം ഇവരൊക്കെ മായയിൽപ്പെട്ടിരിക്കുകയാണ്. അതാണ് ആനന്ദം എന്നാണ് അവര് കരുതുന്നത്. അപ്പൊ ആനന്ദത്തിന്റെ, ഭൗതികമായിട്ടുള്ള ആനന്ദത്തിന്റെ നിമിഷ നേരത്തേക്ക് കിട്ടുന്ന ആനന്ദത്തിന്റെ പിന്നാലെ ഇവരെ പായുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭൗതിക ശക്തിയായ മായ ക്ലേശത്രയത്താൽ, അതായത് ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം, ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളാണ് നമ്മളെ വലയ്ക്കുന്നത്. അതായത് പ്രകൃതി തരുന്നത്, ദേവന്മാരിൽ നിന്ന് കിട്ടുന്നത്, നമ്മളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങളാൽ നമ്മൾ ഇവിടെ ദുഃഖിതരായിട്ട് ഈ ഭൗതിക ലോകത്തിലെ കഴിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ ഭഗവാന്റെ മാർഗത്തിലേക്ക് വന്ന് നമ്മളുടെ ഉള്ളിലുള്ള ആ രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളെയും ഇല്ലാതാക്കി നമുക്ക് സാത്വികരായിട്ട് നമുക്ക് ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെ സത്വഗുണത്തിന്റെ തലത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് ഭക്തിയുടെ സേവനത്തിന്റെ പാതയില് മുന്നോട്ട് പോകാൻ നമുക്ക് വളരെ എളുപ്പമാകും. ഇല്ലെങ്കിലോ? അപ്പൊ രജസ്തമോ ഗുണ സ്വഭാവികള് ധർമ്മശാസ്ത്രങ്ങളെയും പുണ്യാത്മാക്കളെയും ഭഗവാനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തെയും നിന്ദിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. ആ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അവര് തയ്യാറാകുന്നില്ല. ഭക്തിയുടെ സേവനത്തെ കുറിച്ച് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ആ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ വരാൻ ഇങ്ങനെയുള്ളവര് തയ്യാറാവില്ല. അവര്
അവര് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചാൽ എനിക്ക് നന്നാവാൻ സാധിക്കും, എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള മനോഭാവമാണ് ആസുര സ്വഭാവികൾക്ക്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വിശ്വാസ്യനായി ആധ്യാത്മിക ഗുരുവിനെ വഴികാട്ടിയായി ലഭിക്കുന്ന ഒരാൾക്ക് ആ സമുത്കൃഷ്ട പദത്തിലേക്ക് ഉയരാൻ കഴിയുമെന്ന് ശ്രീല പ്രഭുപാദര് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ജീവിത വിജയം കൈവരിക്കാനും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ നമ്മളുടെ 16-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പൊ നമ്മൾ ഈ അധ്യായത്തില് ദൈവിക ഗുണത്തെക്കുറിച്ചും ആസുരിക ഗുണത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇതെല്ലാം നമ്മളിലുണ്ട്, ഇതൊരു പ്രത്യേക വിഭാഗമല്ല. കലിയുഗത്തില് നമ്മൾ അത് മനസ്സിലാക്കി. കലിയുഗത്തില് നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ഈ ദൈവിക ഗുണങ്ങളും ആസുര സ്വഭാവങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം. നമ്മളുടെ കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ നിന്നും നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ത്രിഗുണങ്ങൾ. നമ്മൾ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടാണ് ഈ ഭൗതിക ലോകത്തിലെ ഭൗതികതയ്ക്ക് അടിമകളായിട്ട് തീരുന്നത്. അപ്പൊ ഭഗവാനുണ്ട്, എല്ലാത്തിന്റെയും പിന്നിൽ ഭഗവാന്റെ കരങ്ങളാണ്. ആ ഭഗവാനാണ് നിയന്താവ്, അതാണ് പരമസത്യം എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിത ലക്ഷ്യം ആ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി അത് ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളെ കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഓരോ അധ്യായവും പല രീതിയിലാണ്, പലതരത്തിലുള്ള ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഏതെല്ലാം തരത്തിൽ ഒരു ബദ്ധാത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമോ അതെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കി നമ്മളത് അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങള്, ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം തന്നിരിക്കുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് തിരുനാമം തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. അതാണ് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഹരേ കൃഷ്ണ. അധ്യായം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. നല്ലതായിട്ട് മനസ്സിലായി ഈ അധ്യായത്തിലെ കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. ഗുരുവാൻ ഗൗരംഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ഒരുപാട് പൈസയൊക്കെ ഉള്ള ഈ ഓരോരുത്തർക്ക് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഒരു ഈ ആരെ സഹായിക്കാതെയൊക്കെ ഇരിക്കാനുള്ള ഒരു മനസ്സുള്ളവര് പിന്നെ ഏതായിട്ട് ജനിക്കും? അങ്ങനെ അവര് അതിലെ ഗർവ് കാണിക്കുക ചെയ്യുന്നത്. ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ എന്റേതെന്നുള്ള അഹം, ആ ഭാവമാണ് അവരെ തിന്മയിലേക്ക് നയിക്കുന്നത്. അപ്പൊ അടുത്ത ജന്മം അവർക്ക് ഈ ഇതിന്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പം ഒരുപക്ഷെ അവർക്ക് മനുഷ്യ യോനിയിൽ ജനിക്കാൻ ഇടയായില്ല എന്ന് വരാം, ഏതെങ്കിലും മൃഗയോനികളിൽ ജനിക്കേണ്ടി വരും. ഈ അഥവാ മനുഷ്യനായിട്ട് ജനിച്ചാലും അധമ ജന്മം, നീച യോനിയിലാണ് അവർക്ക് ജനിക്കേണ്ടി വരിക. അല്ലെങ്കിൽ അങ്ങേയറ്റവും ദരിദ്രനായിട്ടുള്ള ജന്മമായിരിക്കും കിട്ടുക. കാരണം ഈ ജന്മം പണം ഉണ്ടായിട്ടും ഭഗവാന്റെ സേവനത്തിനോ അല്ലെങ്കിൽ ആ പൈസ ആവശ്യമുള്ള പാവങ്ങൾക്കോ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അവർ ചെലവഴിച്ചില്ല. സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി അവര് ജീവിതം നയിച്ചത് കൊണ്ട് അവർക്ക് അടുത്ത ജന്മം അതിനനുസരിച്ചിട്ടുള്ള ഒരു നീച ജന്മമാണ് കിട്ടുക. ഒരു നല്ല ജന്മം ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷിക്കണ്ട. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പാദനമസ്കാരം. മാതാജി ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് കഴിഞ്ഞ ജന്മത്തെ അപ്പൊ നമ്മൾക്ക് ഓർമ്മയില്ലല്ലോ മാതാജി, നമ്മള് കഴിഞ്ഞ ജന്മത്ത് പണക്കാരായിരുന്നു, നമ്മൾ ചെലവാക്കിയില്ലേ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ മാതാജി ഈ ജന്മത്തെ നമ്മളത് മനസ്സിലാക്കുക? കഴിഞ്ഞ ജന്മത്തെ എന്റെ ദോഷം കൊണ്ടാണ്. ഹരേ കൃഷ്ണ. നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മൾക്ക് വഴികാട്ടി എന്ന് പറയില്ലേ. നമ്മളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അത് നമ്മൾ ഈ ആധ്യാത്മിക പാതയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് നമ്മളുടെ തെറ്റ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ജന്മം അതിന് തക്ക പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ്, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മം പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായാല് നമുക്കത് തിരുത്തി
ഇനി ഒരു ജന്മം കൂടാതെ അല്ലെങ്കിൽ ഇനി ഒരു ജന്മം ജനിക്കേണ്ടി വന്നാലും ശ്രേഷ്ഠ കുടുംബത്തില് ഭക്തന്മാരുടെ കുടുംബത്തില് നമുക്ക് ജനിക്കാനുള്ള അവസരം നമുക്ക് തരും, കൈവരുമെന്ന് നമ്മളുടെ ആചാര്യനായ ശ്രീല പ്രഭുപാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദരുടെ വാക്ക് ഒരിക്കലും വെറുതെ ആവില്ല, വെറുതെ അല്ല. പ്രഭുപാദർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അപ്പം ഈ ജന്മം നമുക്കത് തിരുത്തി മുന്നോട്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം അതിന് സാധിക്കും. നമുക്ക് നമ്മളുടെ തെറ്റുകൾ, നമ്മൾ ഇത്രയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഭഗവത്ഗീത അതിനാണ് തരുന്നത്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുക. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാവരും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി നമ്മളപ്പോ ഈ ഭക്തിയിൽ വന്നപ്പോ മാത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മള് ജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ്, അല്ലാത്തവർക്ക് മനസ്സിലാവും. ഈ മനോഭാവത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമുക്കെല്ലാം ഉണ്ട്, നമ്മളുടെ മിടുക്കുകൊണ്ട് നമ്മൾ നേടിയതാണ് എന്നാണ്. നമ്മൾ മുജ്ജന്മത്തെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമുക്കറിയുമില്ല. നമ്മൾ ഇതിലേക്ക് വന്ന് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുകയും നമ്മളുടെ ആചാര്യന്മാരിൽ നിന്നും സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കാനും കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്, ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന്. അപ്പൊ നമ്മൾ എന്താ ഇതിന് നേരത്തെ നമ്മൾ വരേണ്ടതായിരുന്നു എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ വൈകിപ്പോയി ഇതിലേക്ക് വരാൻ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുക. ഇത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു, അപ്പൊ കുറച്ചും കൂടി നമുക്ക് നന്നാകാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മറ്റേ ഏത് മാർഗങ്ങള് എന്തെല്ലാം ചിന്മയ മിഷൻ, രാമകൃഷ്ണ മിഷൻ, അതുപോലെ വേറെ ഏതെല്ലാം സമ്പ്രദായങ്ങളുണ്ട്, അതിലൊക്കെ പോയാലും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരൊന്നും ശരിയായ രീതിയിലല്ല. പ്രഭുപാദരുടെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് പ്രഭുപാദരെ കിട്ടിയത്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും നമ്മൾ ഏതോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം അതാണ്, അതോ മറ്റാരുടെയോ പുണ്യം, നമ്മളുടെ അച്ഛനമ്മമാരുടെ പുണ്യമോ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് കൃഷ്ണാവബോധത്തിൽ വരാനും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചത് അതുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിലുള്ളവർ അജ്ഞാത സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത്. മുജ്ജന്മ സുഹൃത്തം കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭക്തനുമായിട്ട് നമുക്ക് സമ്പർക്കത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. ഭഗവത് പ്രസാദം ഭക്ഷിക്കാൻ നമുക്ക് ഇടയായിട്ടുണ്ട്, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശരിയായ സ്രോതസ്സിൽ നിന്നും. അതുകൊണ്ടാണ് ഈ ജന്മം വൈകിയാണെങ്കിലും നമ്മൾ ഇതിലേക്ക് വന്നു. അപ്പൊ ആ കിട്ടിയ അവസരം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പാർട്ടി വൃന്ദാവനത്തിൽ പോകുന്നു. നമ്മള് കുറെ നാണയമേ 5-ന്റെ 10-ന്റെ ഒക്കെ കുറെ നാണയം കൊടുത്തു വിട്ടാൽ നമുക്ക് വല്ലതും പുണ്യം കിട്ടുമോ? നമ്മളുടെ പുണ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. വൃന്ദാവനത്തിൽ ആ പൈസ ഒന്നുകിൽ ഇസ്കോൺ ടെമ്പിളിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വൃന്ദാവനത്തിൽ ധാരാളം ആൾക്കാര് രാധാ ഗോവിന്ദ ദേവി ടെമ്പിളിന്റെ മുൻപില്, ബാക്കെ ബിഹാരി ടെമ്പിളിന്റെ മുൻപിലൊക്കെ ധാരാളം ആൾക്കാര് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൃന്ദാവനത്തിൽ പോയിട്ട് അങ്ങനെയുള്ളവർക്ക് പൈസ കൊടുക്കുക, നമുക്കൊരു ദോഷവും വരില്ല. അല്ലെങ്കിൽ ഇസ്കോൺ ടെമ്പിളിൽ കൊടുക്കുക, അവര് ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കും. വൃന്ദാവനം എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമമാണ്. അവിടെയുള്ള ഒരു പുല്ലിന് പോലും ഉണ്ട് പുണ്യം ചെയ്ത ജന്മങ്ങളാണ്. അപ്പൊ അവിടെ രാധാ ഗോവിന്ദദേവിന്റെ മുമ്പിൽ എത്രയോ പേരിയ്ക്കുന്നു, അവർക്ക് കൊടുക്കുക. അതുകൊണ്ടൊരു ദോഷവും വരില്ല. അവിടെ ഓരോ അമ്പലത്തിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഇതിനകത്ത് 16-ാമത്തെ ശ്ലോകത്തിനകത്ത് പിന്നെ കാമകാരത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഈ അപക്വമായ ഇന്ദ്രിയങ്ങള്, വഞ്ചന പ്രവണത, തെറ്റിലേക്കുള്ള പ്രവണത, വ്യാമോഹശീലം, അതായത് ഈ കാമക്രോധ മോഹ ലോഹം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതെ അതെ, ഇതെല്ലാം കാമക്രോധ ലോഭങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് നമ്മൾ സ്വയം വഞ്ചിതരാകുന്നു. മറ്റുള്ളവരെ വഞ്ചിക്കാൻ നമ്മൾ പ്രവണത കാണിക്കുന്നതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങൾ ഉടലെടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനെ ആഗ്രഹം, ആസക്തി, വ്യാമോഹം. അതെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള ആ ആസക്തി കൊണ്ടാണ്. അതും നല്ല ആസക്തി അല്ല, ഭഗവാനിലേക്കല്ല, ഭൗതികമായിട്ടുള്ള ആസക്തിയാണ് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിലും തെറ്റായ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കാനും ഒക്കെ കാരണമാകുന്നത്.
അപ്പൊ ഇതിനെ നമ്മൾ മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈ ജന്മം കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം, എങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ.